ഈ സിനിമ എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ്. സിനിമയുടെ കാര്യം പറയുമ്പോൾ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ കേട്ടിട്ടില്ലേ? സിനിമ ഓടി, വീണു, സിനിമ എടുത്തു. തിയേറ്റർ പോലൊരു പൂരപ്പറമ്പിലേക്ക് കൊണ്ടിറക്കി വിടുമ്പോൾ ഈ കൊച്ചു കുട്ടി വഴിതെറ്റിപ്പോകാതെ കയ്യിൽ മുറുക്ക പിടിക്കാൻ ഒരാൾ വേണം. അതിനെ എടുക്കാൻ, വളർത്താൻ ഒരാൾ, സംവിധായകൻ. അയാളുടെ സ്വപ്നങ്ങളിൽ എപ്പോഴും ആ കുട്ടിയായിരിക്കും. ഉടുപ്പിയിലെ കുന്താപുരയിലെ കെരടി എന്ന ഗ്രാമത്തിലും അങ്ങനെ ഒരാളുണ്ടായിരുന്നു. യക്ഷഗാനവും ഭൂതക്കോലങ്ങളും കണ്ടു വളർന്ന രത്നാവതി ഷെട്ടിയുടെയും ഭാസ്കർ ഷെട്ടിയുടെയും മകൻ പ്രശാന്ത് ഷെട്ടി. അയാളുടെ ഉള്ളിൽ കഥകൾ വളർന്നുകൊണ്ടിരുന്നു. സിനിമയും. ഒരു തുളു കുടുംബത്തിലാണ് പ്രശാന്തിന്റെ ജനനം. അയാളുടെ കഥ പറച്ചിൽക്കാരനെ സ്വാധീനിച്ചത് ആ നാടും അവിടുത്തെ ജനങ്ങളും ആചാരങ്ങളുമാണ്. കുന്താവരയിൽ നിന്നും പഠിക്കാനായി ബംഗളൂരുവിലേക്ക് എത്തുന്ന പ്രശാന്തിനെ നാടകം, അഭിനയം എന്തെന്ന് പഠിപ്പിച്ചു. ഭാരതീയ നാട്യ ശിക്ഷണ സമിതിയിലെ പഠനം അയാളുടെ നടന് തെളിച്ചം നൽകി. ബികോം പാസ്സായതും അഭിനയ തിരങ്ക ഫിലിം സ്കൂളിൽ ചേർന്നു. പകൽ സിനിമാ പഠനം, രാത്രി മിനറൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ. അതിനിടെയാണ് AMR രമേശിന്റെ സയനൈഡ് എന്ന ക്രൈം ഡ്രാമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാകാൻ അവസരം ലഭിക്കുന്നത്. അതും ലാസ്റ്റ് അസിസ്റ്റന്റ്. പക്ഷെ ഓടിച്ചാടി നിൽക്കുന്ന ആ പയ്യനെ നിർമ്മാതാവ് ജാക്ക് മഞ്ജുനാഥ് ശ്രദ്ധിക്കുന്നു. മഞ്ജുനാഥിന്റെ ശുപാർശയിൽ പ്രശാന്ത് ഗന്ധഹണ്ഡതി എന്ന രവി ശ്രീവസ്തിന്റെ സിനിമയിലെത്തുന്നു. ഇത്തവണ വേഷം ക്ലാബ് ബോയുടേതാണ്. പ്രതിഫലം 50 രൂപയും. സെറ്റിലേക്ക് എത്താൻ പെട്രോളിന് തന്നെ 100 രൂപ ചെലവാകും. അതിനു പുറമെ ആർക്കോ വേണ്ടി ചീത്തയും കേൾക്കണം. പക്ഷേ സിനിമയോടുള്ള കൊതി അയാളെ അവിടെ ഉറപ്പിച്ചു നിർത്തി. ഈ കാലയളവിൽ അഭിനയിക്കാൻ അവസരം തേടിയും അയാൾ കുറേ അലയുന്നുണ്ട്. പല സിനിമയിലും നായകനാകാൻ ചാൻസും ലഭിച്ചു. പക്ഷെ അതൊന്നും അനൗൺസ്മെന്റിനപ്പുറം മുന്നോട്ട് പോയില്ല. ജീവിതം പച്ച തൊടാതെ നിന്നു. ഇതിനിടയിൽ ബിസിനസ് വ്യാപിപ്പിക്കാൻ പ്രശാന്ത് തീരുമാനിച്ചു. മിനറൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷന് പുറമെ ഒരു ഹോട്ടലും തുടങ്ങി. കടം കയറി. നയാ പൈസ കയ്യിലില്ല. ഒപ്പം സിനിമയ്ക്ക് പുറകെ പോയി കാശ് കളഞ്ഞില്ലേ എന്ന പഴിയും. കടം ചോദിക്കാനാണെന്ന് കരുതി അടുപ്പമുള്ളവർ പോലും ഫോൺ എടുക്കാതെയായി. തലയ്ക്ക് മുകളിൽ കടവും കടത്തിന്മേൽ കടവുമായി നിൽക്കുമ്പോഴാണ് സയനൈഡിൽ അഭിനയിച്ച ഉഷാ ഭണ്ഡാരിയുടെ സഹായത്തിൽ പ്രശാന്തിന് സീരിയലിൽ എപ്പിസോഡ് ഡയറക്ടറായി അവസരം ലഭിക്കുന്നത്. അത് അത്ര വലിയ സന്തോഷം നൽകുന്ന ജോലി ആയിരുന്നില്ല. ആകെ സന്തോഷം എപ്പിസോഡ് 1 കിട്ടുന്ന 500 രൂപ മാത്രം. 2008 അന്തേരി വെസ്റ്റിലെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ ഓഫീസ് ബോയായും പ്രശാന്ത് ജോലി നോക്കി. പ്രൊഡ്യൂസറിന്റെ ഡ്രൈവറായും ജോലി ചെയ്തു. ആ പ്രൊഡക്ഷൻ ഹൗസിനടുത്തുള്ള റോഡിൽ വടാപ്പാവ് കഴിച്ച് നിൽക്കുമ്പോൾ മുന്നോട്ടുള്ള ജീവിതം അവന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഒരു നാൾ പ്രശാന്ത് തന്റെ അതുവരെയുള്ള ജീവിതത്തിന്റെ റീല് ഒന്ന് മനസ്സിൽ ഓടിച്ചു. അഭിനയം പഠിച്ചു, നായകനാകാൻ ശ്രമിച്ചു, വെള്ളക്കുപ്പി വിറ്റു, ബിസിനസ് ചെയ്തു, ഹോട്ടലിൽ ജോലിയെടുത്തു, ഹോട്ടൽ തുടങ്ങി. എല്ലായിടത്തും പരാജയം. ഈ നിരാശയിൽ ഇരിക്കുമ്പോഴാണ് സുഹൃത്ത് പ്രസാദിന്റെ കയ്യിലെ ന്യൂമറോളജി പുസ്തകങ്ങൾ പ്രശാന്തിനെ ആകർഷിക്കുന്നത്. ഈ പുസ്തകങ്ങൾ വായിച്ച് അവൻ ആ ക്ലീഷേ തീരുമാനത്തിലെത്തി. പേര് മാറ്റാം. ജ്യോതിഷം കൂടിയായ അച്ഛൻ്റെ അടുത്തെത്തി സംസാരിച്ചു. എനിക്ക് സിനിമയിൽ സ്റ്റാർ ആകണം, അതിന് ഈ പേര് മാറ്റണമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ 6 തുടങ്ങുന്ന ഒരു പേരിട്ടോളാൻ അച്ഛൻ. അവന്റെ മനസ്സിലൂടെ രാജ്കുമാറിന്റെയും രജനീകാന്തിന്റെയും പേരുകൾ കടന്നുപോയി. പിന്നൊന്നും നോക്കിയില്ല. 6 തുടങ്ങുന്ന ഒരു പേര് അങ്ങെടുത്തു. കന്നഡ സംവിധായകൻ അരവിന്ദ് കൗശികിനെയാണ് തന്റെ പുതുപ്പേര് പറഞ്ഞ് പ്രശാന്ത് ആദ്യമായി പരിചയപ്പെടുന്നത്. ഋഷഭ് ഷെട്ടി. കുന്താപുരത്ത് നിന്നാണ്. ലെഫ്റ്റിലേക്ക് പാൻ ചെയ്താൽ മറ്റൊരു യുവാവ്. പേര് രക്ഷിത് ഷെട്ടി. ഇരുവരും സിനിമയിൽ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങിയവർ. വർഷങ്ങൾക്കിപ്പുറം കന്നഡ സിനിമയുടെ തലവര മാറ്റിയവർ. 2012 ഇറങ്ങിയ തുഗ്ലക്കിലൂടെയാണ് ഋഷഭ് തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. അയാൾ ഒരു ആക്ടർ ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് തോന്നി. പക്ഷെ ആ നെരുപ്പ് എങ്ങനെ ഊതി തീയാക്കണമെന്ന് കന്നഡ സിനിമാ ലോകത്തിന് അന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് പവൻകുമാറിന്റെ വരവ്. കന്നഡ സിനിമയിലെ നവതരംഗത്തിന്റെ തുടക്കം പവൻകുമാറിന്റെ ലൂസിയയിൽ നിന്നാണ്. ആ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ ഋഷഭും ഉണ്ടായിരുന്നു. സിനിമാ പ്രേമികൾ കന്നഡ സിനിമയിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കാൻ ലൂസിയ എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ കാരണമായി. ആ ശ്രദ്ധ പിടിച്ചു നിർത്തേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് ഋഷഭിനും രക്ഷിത്തിനും തോന്നിയിരിക്കണം. പിന്നീടുള്ള വർഷങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. 2014 മാൽപേ എന്ന തീരദേശ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി റാഷമോൺ സ്റ്റൈലിൽ ഉള്ളിതവരു കണ്ടാന്തേ എന്ന സിനിമയുമായി രക്ഷിതെത്തി. സംവിധായകന്റെയും നായകന്റെയും റോളിൽ രക്ഷിത്. പ്രധാന കഥാപാത്രങ്ങളിലൊന്നായി ഋഷഭ്. ഈ സിനിമയിൽ നിരവധി ഫോക്ക് എലമെന്റുകൾ കാണാം. സ്റ്റോറി ടെല്ലിംഗിൽ തീരദേശ കർണാടകയുടെ സാംസ്കാരിക ചിഹ്നങ്ങളും. അടുത്തതായി വരുന്നത് രക്ഷിത്തിനെ നായകനാക്കി ഒരു ഋഷഭ് ഷെട്ടി ചിത്രമാണ് റിക്കി. സംവിധായകന്റെ കുപ്പായത്തിലെത്തിയ ആദ്യ ചിത്രം ഋഷഭിന് അക്ഷരാർത്ഥത്തിൽ പരീക്ഷണമായിരുന്നു. ഒരു ഈവനിംഗ് ഷോ കിട്ടാൻ പ്രയാസപ്പെട്ട സമയം. കയ്യും കാലും പിടിച്ചാണ് റിക്കിക്ക് ആ പുതുമുഖ സംവിധായകൻ ഒരു ഈവനിംഗ് ഷോ തരപ്പെടുത്തുന്നത്. പക്ഷേ അയാൾ തളർന്നില്ല. 2016 കിർക്ക് പാർട്ടി എന്ന റോം കോമുമായി എത്തി ഋഷഭ് കന്നഡ ബോക്സ് ഓഫീസിൽ സ്വന്തം പേര് എഴുതി ചേർത്തു. ഈ സിനിമയ്ക്ക് 2015 ഇറങ്ങിയ മലയാളം ചിത്രം പ്രേമവുമായി സാമ്യതകൾ ഏറെയാണ്. പക്ഷേ ഇത് പ്രേമമല്ല. ഉപേന്ദ്രയും നായകൻ രക്ഷിത്തും അവരുടെ കഥ പറച്ചിൽ രീതിയും സിനിമയ്ക്ക് കന്നഡ ഫ്ലേവർ നൽകി. ഒരു വർഷം തികച്ച് മൾട്ടിപ്ലക്സുകളിൽ ഋഷഭിന്റെ കിർക്ക് പാർട്ടി ഓടി. കൊമേഴ്ഷ്യൽ സിനിമാ ഇൻഡസ്ട്രി മുൻനിരയിൽ തന്നെ ഒരു കസേര രക്ഷിത്തിനും ഋഷഭിനുമായി മാറ്റിയിട്ടു. അവരോട് സോറി പറഞ്ഞ് അവർ തനി വഴി തേടിപ്പോയി. കിർക്ക് പാർട്ടിയിൽ നിന്ന് നേരെ സർക്കാരി ശാലെ കാസർഗോഡ് കൊടുകെ രാമണ്ണ റൈ എന്ന ഡ്രാമയിലേക്കായിരുന്നു ഋഷഭിന്റെ യാത്ര. കേരള അതിർത്തിയിലുള്ള ഒരു കന്നഡ മീഡിയം സ്കൂൾ സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിക്കുന്നതാണ് കഥാപശ്ചാത്തലം. ഈ സിനിമയുടെ എഴുത്തുകാരിൽ ഒരാളുടെ പേര് നിങ്ങൾക്ക് പരിചയം കാണും. രാജ്ബി ഷെട്ടി. ഒരു സിനിമയിലെ ലീഡ് ആക്ടറായി ഋഷഭ് എത്തുന്നത് 2019
ബെൽ ബോട്ടം. പിന്നാലെ ഗരുഡഗമന ഋഷഭവാഹന എന്ന ബംഗളൂരു ബേസ്ഡ് ഗാങ്സ്റ്റർ മൂവി. ശിവന്റെയും വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും ഛായകളുള്ള കഥാപാത്രങ്ങൾ. സംവിധാനം രാജ് ബി ഷെട്ടി. ഇതിലെ ഋഷഭിന്റെ കഥാപാത്രത്തിന് വലിയ പ്രശംസ ലഭിച്ചു. ഈ കഥ മറ്റൊരു തിരിവിലെത്തുന്നത് ഇവിടെയാണ്. അതെ, കാന്താരയുടെ വരവ്. ഭൂതക്കോലവും ദർശനങ്ങളും നിറഞ്ഞ സിനിമ. തന്റെ ഗ്രാമത്തിലെ നിറം പിടിപ്പിച്ച മിത്തുകളെ ഋഷഭ് എന്ന സംവിധായകൻ തിരയിലേക്ക് എത്തിച്ചു. KGF മാത്രമല്ല, കന്നഡപ്പടം എന്ന സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു കാന്താര. മിത്തിനൊപ്പം അടിസ്ഥാനവർഗ ജനതയുടെ ഭൂമിയുടെ രാഷ്ട്രീയവും സംസാരിച്ച സിനിമ. ഈ ചിത്രം ഏറ്റെടുക്കാൻ നിരവധി പേരുണ്ടായിരുന്നു. ഋഷഭിനെ കൊണ്ടാടിയവർ മിത്തിനെ സ്വീകരിച്ചപ്പോൾ അയാൾ സംസാരിച്ച അടിസ്ഥാനവർഗ രാഷ്ട്രീയം തമസ്കരിച്ചു. കാന്താരയുടെ രണ്ടാം ഭാഗം എത്തുമ്പോൾ ഋഷഭ് ഒരു കന്നഡ സംവിധായകനോ നടനോ മാത്രമല്ല, അയാൾ ഇന്ന് പാൻ ഇന്ത്യൻ മുഖമാണ്. അയാളുടെ സിനിമകൾ ഡിവൈൻ ബ്ലോക്ക് ബസ്റ്ററുകളാണ്. അങ്ങനെ തന്നെയാണ് അത് പ്രചരിപ്പിക്കുന്നതും. എന്നാൽ ആ ദിവ്യത്വം മനുഷ്യനിർമ്മിതമാണ്. സിനിമയ്ക്കകത്തും പുറത്തും. വെള്ളബോട്ടിൽ വിറ്റും ഹോട്ടലിൽ ജോലി ചെയ്തും ബിസിനസ്സുകൾ ചെയ്ത് പാളിയും ഡ്രൈവറായും ക്ലാബ് ബോയ് ആയും ഒടുവിൽ സംവിധായകനും നടനുമായി മാറിയ ഋഷഭ് ഒരു മിത്തിക്കൽ ക്യാരക്ടർ അല്ല. അയാളെപ്പോലെ അനേകർ നമുക്കിടയിലുണ്ട്. ഈ തെരുവിൽ സിനിമ എന്ന സ്വപ്നം ഉറക്കം കെടുത്തിയവർ. അവരുടെ പേര് നമുക്കറിയില്ല, അവരുടെ മുഖം നമുക്ക് പരിചിതമല്ല. ഒരു നാൾ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ കഥ പറച്ചിലുകാർ നമ്മളെ തേടി വരും. ഋഷഭിനെ പോലെ അല്ല, അതിനും മുകളിൽ.